നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കുറുവാദ്വീപ് കവിക്കൽ പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് പുൽപ്പള്ളി ഇരുളം സ്വദേശി വയങ്ങൽ മനു. പോലീസ് സ്റ്റേഷനുകൾ കൂടുതൽ ജനകീയമാക്കണമെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. പിണറായി ഗവൺമെന്റ് അഴിമതിക്കറകൾ നീക്കിയെന്ന് മന്ത്രി മാത്യു ടി തോമസ്. വികസന പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. എം.കെ. ജിനചന്ദ്രൻ ആധുനിക വയനാടിന്റെ ശില്പിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആദിവാസി ഗോത്ര മഹാസഭയുടെ രണ്ടാം നിൽപ്പുസമരം ഈ മാസം 30, 31 തീയതികളിൽ രാജ്ഭവന് മുന്നിൽ. വാർത്തകൾ വിശദമായി. പാൽവെളിച്ചം കുറുവാദ്വീപിൽ കവിക്കൽ പുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് പുഴയിൽ മുങ്ങി മരിച്ചു. പുൽപ്പള്ളി ഇരുളം സ്വദേശി വയങ്കൽ മനുവാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കൂട്ടുകാരൊന്നിച്ച് കുറുവാദ്വീപിലെ ഹോം സ്റ്റേയിൽ താമസത്തിന് എത്തിയതായിരുന്നു. വൈകുന്നേരം 3 മണിയോടെ പുഴയിൽ കുളിക്കാനിറങ്ങിയതാണ്. ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷമാണ് മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെത്തിയത്. മൃതദേഹം മാനന്തവാടി ജില്ലാശുപത്രി മോർച്ചറിയിൽ. കഴിഞ്ഞ ദിവസം മഴ പെയ്തതിനാൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. പെട്ടെന്ന് ഒഴുക്കിൽപ്പെട്ടതാണെന്ന് കരുതുന്നു. പോലീസ് സ്റ്റേഷനുകൾ കൂടുതൽ ജനകീയമാക്കണമെന്ന് സംസ്ഥാന ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. പുതുതായി നിർമ്മിച്ച തലപ്പുഴ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരന് ഭയമില്ലാതെ കയറി ചെന്ന് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കുന്ന കേന്ദ്രങ്ങളാകണം പോലീസ് സ്റ്റേഷനെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരും ജനങ്ങളും എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം നാട്ടിലെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു വിധത്തിൽ തെളിയിക്കപ്പെട്ടില്ല കുറ്റക്കാരാണെന്നുള്ള ഭാവന നമ്മൾ പെരുമാറാൻ പോയാലും അത് കഴിയില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ഭയമില്ലാതെ കടന്നു വരാൻ പറ്റണം. ഒരു സ്ത്രീക്ക് പാവപ്പെട്ടവന്, പണക്കാരന്റെ കാര്യം ഞാൻ പറയുന്നില്ല, അതൊക്കെ പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ പാവപ്പെട്ട സാധാരണക്കാരന് ഇങ്ങോട്ട് കടന്നു വരാനും എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറയാനും ഒക്കെ നമുക്ക് പറ്റണം. മാനന്തവാടി എം.എൽ.എ. ഒ.ആർ. കേളു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി. ഉഷാകുമാരി, നോർത്ത് സോൺ DGP രാജേഷ് ദിവാൻ, നഗരസഭാ ചെയർമാൻ വി.ആർ. പ്രവീജ്, തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ സുരേന്ദ്രൻ, പി. രാധാകൃഷ്ണൻ, സണ്ണി രാജ്പാൽ മീണ എന്നിവർ സംസാരിച്ചു. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. ചുരുങ്ങിയ കാലം കൊണ്ട് അഴിമതിക്കറകൾ നീക്കി മുടങ്ങിക്കിടന്ന വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ പിണറായി ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അഴിമതിക്കാര്യത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ്. പദ്ധതികൾ പൂർത്തിയാക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഗവൺമെന്റാണിതെന്നും മാത്യു ടി തോമസ് പറഞ്ഞു. കാരാപ്പുഴ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി 2.5 ഏക്കർ സ്ഥലത്ത് രൂപകൽപ്പന ചെയ്ത റോസ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനപങ്കാളിത്തത്തോടെ ജനങ്ങളുടെ ഇച്ഛയ്ക്കൊത്ത് ഉദ്യോഗസ്ഥരും സർക്കാരും ഒരുമിച്ച് നിന്ന് പൂർത്തിയാകുന്ന പദ്ധതിയുടെ ഉത്തമോദാഹരണമാണ് കാരാപ്പുഴയെന്ന് മന്ത്രി പറഞ്ഞു. കണിയാമ്പറ്റ വരെ പ്രദേശങ്ങളിൽ കാരാപ്പുഴ പദ്ധതിയിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. കാരാപ്പുഴ ഡാമിൽ നിന്ന് വയനാട്ടിലെ 5 പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രവർത്തന കാര്യത്തിൽ ഇഴഞ്ഞു നീങ്ങിയ പദ്ധതികൾ 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും സമ്പൂർണ്ണ പങ്കാളിത്തത്തോടുകൂടി നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു ഉത്തമ നിദർശനം കൂടിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന മെഗാ ടൂറിസം പദ്ധതി. 2016 അവസ്ഥയിൽ നിന്ന് വളരെ വേഗത്തിൽ ഇത് പൂർത്തിയാക്കാൻ നമുക്കായി. ഒരുമിച്ച് ഒരേ സമയം നടന്ന 2 ഉദ്ഘാടന പരിപാടികളിലും കൽപ്പറ്റ എം.എൽ.എ. സി കെ ശശീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന മന്ത്രിസഭയുടെ 1ാം വാർഷികാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും കാരാപ്പുഴ ടൂറിസം പദ്ധതി ഉദ്ഘാടനവും ടൂറിസം ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിച്ചു. DTPC ചെയർമാൻ കെ.എം. രാജു, ജലവിഭവ സെക്രട്ടറി ടിങ്കു ബിസ്വാൻ, ചീഫ് എഞ്ചിനീയർ A.P. ബാലൻ, മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജീം, ജനതാദൾ S സംസ്ഥാന സെക്രട്ടറി PM ജോയി, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പ്രസിഡന്റ് K.M. എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. A.P. ഷാജി, വയനാട് ന്യൂസ്, കാരാപ്പുഴ. വികസന പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ടൂറിസം പദ്ധതി കൊണ്ട് സാധാരണക്കാർക്ക് പ്രയോജനമുണ്ടാകണമെന്നാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. കാരാപ്പുഴ ടൂറിസം പദ്ധതി പൂർത്തിയാക്കാൻ എത്ര തുക വേണമെങ്കിലും ഗവൺമെന്റ് അനുവദിക്കുമെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കാരാപ്പുഴ ടൂറിസം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ 7 കോടി രൂപ ചെലവാക്കിയാണ് കാരാപ്പുഴ ടൂറിസം പദ്ധതി 1ാം ഘട്ടം പൂർത്തിയാക്കിയത്.
രണ്ടാം ഘട്ടത്തിന് 4 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇനിയും കൂടുതൽ തുക നൽകാൻ ഗവൺമെന്റ് ഒരുക്കമാണ്. 1978 ആരംഭിച്ച ടൂറിസം പദ്ധതി പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങിയാണ് 2017 ഉദ്ഘാടനത്തിന് സജ്ജമായത്. വികസന പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥർക്കുണ്ടെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. 78 മറ്റോ ആരംഭിച്ചതായിട്ടുള്ള ഈ പദ്ധതി ഇന്നും ഇഴഞ്ഞു നീങ്ങുന്നതായിട്ടുള്ള അവസ്ഥയുണ്ട്. ഇതുപോലെ ഒട്ടനവധി ഞാൻ കൈകാര്യം ചെയ്ത ടൂറിസം വകുപ്പിൽ 2008 ആരംഭിച്ച നിർമ്മാണാനുമതി കൊടുത്തുള്ള പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥയുണ്ട്. പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ അജണ്ടയാണ്. അതിനെല്ലാം മാറ്റം വേണമെന്ന് തീരുമാനിക്കുകയാണ്. ഒരു പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സമയബന്ധിതമായി ആ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്വം ആ സന്ദർഭത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥ മേധാവികൾക്കും തൊഴിലാളികൾക്കും എല്ലാവർക്കും ഉണ്ട് എന്ന് ഗവൺമെന്റ് അടിവരയിട്ട് പറയുകയാണ്. AP ഷാജി, വയനാട് ന്യൂസ്, കാരാപ്പുഴ. കാരാപ്പുഴ ടൂറിസം പദ്ധതി ഉദ്ഘാടന പരിപാടിയിൽ പ്രമുഖ UDF നേതാക്കൾ പങ്കെടുത്തില്ല. അതേസമയം UDF മുട്ടിൽ പഞ്ചായത്ത് കമ്മിറ്റി പരിപാടി ബഹിഷ്കരിച്ചതായി അറിയിച്ചു. കാരാപ്പുഴ അമ്പലവയൽ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബഹിഷ്കരണം. മുൻ UDF ഗവൺമെന്റ് കാരാപ്പുഴ പദ്ധതി ഉദ്ഘാടനത്തിന് ശ്രമിച്ചപ്പോൾ ഇതേ റോഡിന്റെ കാര്യം പറഞ്ഞ് തെരുവിലിറങ്ങിയ LDF ഗവൺമെന്റിന്റെ 1ാം വാർഷികത്തിന്റെ ഉദ്ഘാടനത്തിന് കാരാപ്പുഴ പദ്ധതി തിരഞ്ഞെടുത്തത് ശരിയായില്ലെന്ന് UDF മുട്ടിൽ പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചു. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ചിട്ട് മതി ടൂറിസം പദ്ധതി ഉദ്ഘാടനമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെരുവിലിറക്കിയ CPIM ഇപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കിയിരിക്കുകയാണെന്ന് UDF കുറ്റപ്പെടുത്തി. ടൂറിസം പദ്ധതി ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമെന്ന് നോട്ടീസിൽ പേര് വെച്ചിരുന്ന DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA, MI ഷാനവാസ് MP, മുൻ MLA MV ശ്രേയാംസ് കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി, കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശകുന്തള ഷൺമുഖൻ തുടങ്ങിയവർ വിട്ടുനിന്നു. എന്നാൽ ചടങ്ങുകളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വേദിയിൽ അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീതാ വിജയൻ എത്തിയതും ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന പരിപാടിക്ക് വെളിച്ചം പകർന്നത് ശ്രദ്ധേയമായി. മുട്ടിൽ മേപ്പാടി, മുപ്പൈനാട്, അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നതിൽ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് KK സഹദ്, മുപ്പൈനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹർബാൻ സെയ്ദ് എന്നിവർ പങ്കെടുത്തില്ല. UDFൽ കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് ഉദ്ഘാടന ചടങ്ങിന് എത്താതിരുന്നത്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. കാർഷിക ജൈവ വൈവിധ്യ പരിപാലനത്തിന് മുഖ്യ പരിഗണന നൽകണമെന്ന് മന്ത്രി TM തോമസ് ഐസക്. ജൈവ കൃഷിയുടെയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയുടെയുമായ സമൂഹം വളർത്തിയെടുക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുനെല്ലി പഞ്ചായത്തിലെ കാട്ടിക്കുളത്ത് വിത്തുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വൈവിധ്യങ്ങളായ വിത്തുകളും വിളകളും വിപണിയും നിലനിൽക്കുന്നിടങ്ങളിൽ മാത്രമേ വികസനവും നിലവാരവും സാമൂഹ്യ ബന്ധങ്ങളും സാധ്യമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. OR കേളു MLA അധ്യക്ഷത വഹിച്ചു. മാനന്തവാടി മുനിസിപ്പൽ ചെയർമാൻ VR പ്രവീജ്, തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ, TC ജോസഫ്, P ലക്ഷ്മണൻ, വൈൽഡ് ലൈഫ് വാർഡൻ ധനേഷ് കുമാർ, തിരുനെല്ലി സഹകരണ ബാങ്ക് പ്രസിഡന്റ് KT ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. മന്ത്രി ഉദ്ഘാടനത്തിന് മുമ്പ് വിത്തുത്സവത്തിന്റെ സ്റ്റാളും പാരമ്പര്യ ഭക്ഷ്യമേളയും സന്ദർശിച്ചു. വയനാട് ന്യൂസ്, മാനന്തവാടി. ആധുനിക വയനാടിന്റെ ശില്പിയാണ് MK ജിനചന്ദ്രൻ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച MK ജിനചന്ദ്രൻ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 1 വർഷം നീളുന്നതാണ് ആഘോഷ പരിപാടികൾ. +2വിന് മികച്ച വിജയം ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വയനാടിന്റെ വികസനത്തിന് അടിസ്ഥാന ശിലയിട്ട വ്യക്തിത്വമായിരുന്നു ജിനചന്ദ്രൻ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു മഹാത്മാവിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. MK ജിനചന്ദ്രൻ ആധുനിക വയനാടിന്റെ ശില്പിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഉജ്ജ്വലമായ പ്രവർത്തന പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയും പാർട്ടി പ്രവർത്തകരെ ഇതുപോലെ സ്നേഹിക്കുകയും ചെയ്ത മറ്റ് ഒരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. MI ഷാനവാസ് MP മുഖ്യപ്രഭാഷണം നടത്തി. MV ശ്രേയാംസ് കുമാർ, HM ഗോപി, MC സെബാസ്റ്റ്യൻ, ND അപ്പച്ചൻ, KK അബ്രഹാം, T ഉഷാകുമാരി, MJ വിജയപത്മൻ തുടങ്ങിയവർ സംസാരിച്ചു. +2വിന് മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കൽപ്പറ്റയിലെ വാനരശല്യത്തിന് പരിഹാരമായില്ല. കെണിയൊരുക്കി വാനരന്മാരെ പിടികൂടുന്നത് നിർത്തിവെച്ചതാണ് നഗരത്തിൽ വാനരശല്യം പെരുകാൻ കാരണം. കൽപ്പറ്റ നഗരസഭയും വനംവകുപ്പും ചേർന്നാണ് മാസങ്ങൾക്ക് മുൻപ് കെണിയൊരുക്കി വാനരന്മാരെ പിടികൂടിയത്. കുരങ്ങുശല്യം വർദ്ധിച്ചിട്ടും അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല. നഗരപ്രദേശങ്ങളിലെ എല്ലാ ഭാഗങ്ങളിലും കുരങ്ങുശല്യം രൂക്ഷമാണ്. ജില്ലാ കോടതി, കളക്ടറേറ്റ്, നഗരസഭാ ഓഫീസ് എന്നിവിടങ്ങളിലെല്ലാം ശല്യമുണ്ട്. എമിലി, മുണ്ടേരി, ഗൂഡല എന്നിവിടങ്ങളിൽ കുരങ്ങുശല്യത്താൽ ജനജീവിതം തന്നെ പ്രയാസകരമായിരിക്കുകയാണ്.
കൂട്ടമായി എത്തുന്ന വാനരപ്പട കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുകയാണ്. കാർഷിക വിളകളും ഭക്ഷ്യസാധനങ്ങളെല്ലാം നശിപ്പിക്കുകയാണ്. കൽപ്പറ്റയിലെ കുരങ്ങ് ശല്യത്തിനെതിരെ നാട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കൽപ്പറ്റയിൽ മുൻപ് കോടതിയുടെ പ്രവർത്തനം പോലും വാനരശല്യത്താൽ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി തവണ നഗരസഭാ അധികൃതർക്ക് നാട്ടുകാർ കുരങ്ങ് ശല്യം മൂലം പരാതി നൽകിയിരുന്നു. എങ്കിലും അവഗണനയാണ്. ഇനിയും കുരങ്ങ് ശല്യത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. വീടിന്റെ ഓട് ശരിക്കും എടുക്കുക, വെക്കുക, നേരെ ഇറങ്ങുക. എന്നിട്ട് വീട്ടിൽ കാണുന്ന എല്ലാ സാധനങ്ങളും വലിച്ചു വാരിട്ട് അങ്ങനെ സർവനാശം ആണ് വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്നത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക ആഘാതങ്ങളും കാരണം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വയനാടിന് ആശ്വാസമേകാൻ മുൻ കളക്ടർ കേശവേന്ദ്രകുമാർ ഉത്തരവിട്ട പ്ലാസ്റ്റിക് നിരോധനം അട്ടിമറിക്കപ്പെട്ടു. 2016 ഒക്ടോബർ 2 മുതൽ വയനാട് പ്ലാസ്റ്റിക് രഹിത ജില്ലയാകുമെന്ന ഉത്തരവാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അലംഭാവം മൂലം നടപ്പാകാതെ പോകുന്നത്. വ്യാപാരികളും വയനാടൻ ജനതയും വേണ്ട പിന്തുണ നൽകാൻ ഒരുക്കമായിട്ടും ജില്ലാ ഭരണകൂടത്തിന്റെ അലംഭാവമാണ് പ്ലാസ്റ്റിക് നിരോധനം കടലാസിൽ ഒതുങ്ങുന്നതിലേക്ക് നയിച്ചത്. 2016 ജൂലൈ 30 ചേർന്ന ജില്ലാ വികസന സമിതി യോഗമാണ് പ്ലാസ്റ്റിക് രഹിത ജില്ല എന്ന ആശയം മുന്നോട്ട് വെച്ചത്. തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളടക്കം മുഴുവൻ നിരോധിച്ച് കളക്ടർ ഉത്തരവിറക്കുകയായിരുന്നു. ഉത്തരവിന് പിന്നാലെ കേശവേന്ദ്രകുമാർ വയനാട്ടിൽ നിന്നും സ്ഥലം മാറിയതാണ് പ്ലാസ്റ്റിക് നിരോധനം എങ്ങുമെത്താതെ പോവാൻ കാരണം. ധൃതിയിൽ പ്ലാസ്റ്റിക് നിരോധനം നടപ്പാക്കുന്നതിനെതിരെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ളവർ രംഗത്ത് വന്നെങ്കിലും 2017 ജനുവരിയോടെ നിരോധനവുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ച് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ മാറ്റി കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി ടൗണുകളിൽ ഉൾപ്പെടെ മിക്ക വ്യാപാര സ്ഥാപനങ്ങളും കടലാസ് സഞ്ചികളും തുണിസഞ്ചികളും ഓർഡർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പ്ലാസ്റ്റിക് രഹിതമായ വയനാട്ടിൽ കാര്യമായ പരിശോധനകൾ നടക്കാത്ത അവസ്ഥയായി. കളക്ടർ മാറിയതോടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും നടപടികൾ ശക്തവുമല്ലാതായി. ഇതോടെ പ്രതിമാസം ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വയനാടൻ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന പതിവ് തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. പനമരം ഗ്രാമപഞ്ചായത്ത് 2017-18 വർഷത്തെ പദ്ധതി പൂർത്തീകരണത്തിന് വികസന സെമിനാർ നടത്തി. ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വികസനക്കാരുടെ രേഖാപ്രകാശനം, ഗ്രൂപ്പ് ചർച്ച എന്നിവ നടന്നു. കേന്ദ്ര വനാവകാശ നിയമം അട്ടിമറിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 30-31 തീയതികളിൽ രാജ്ഭവന് മുന്നിൽ നിൽപ്പു സമരം നടത്തുമെന്ന് ആദിവാസി ഗോത്ര മഹാസഭ കോർഡിനേറ്റർ M. ഗീതാനന്ദൻ. ഭൂമിക്കും സ്വയം ഭരണത്തിനും വേണ്ടിയാണ് തിരുവനന്തപുരത്ത് നിൽപ്പു സമരം നടത്തുന്നതെന്നും ഗീതാനന്ദൻ പറഞ്ഞു. 1996 ആദിവാസി ഗോത്രസഭാ നിയമം നടപ്പാക്കുക, മുത്തങ്ങയിൽ നിന്ന് കുടിയിറക്കിയ മുഴുവൻ പേരെയും പുനരധിവസിപ്പിക്കുക, 2014 നിൽപ്പുസമര തീരുമാനങ്ങളിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക, ആദിവാസി ഊരുകളിൽ സ്വകാര്യ ബാങ്കുകളുടെയും കൊള്ളപ്പലിശക്കാരുടെയും മൈക്രോ ഫിനാൻസ് വായ്പാ പദ്ധതികൾ നിരോധിക്കുക, ആദിവാസി വിദ്യാർത്ഥികളുടെ ഉന്നത പഠനത്തിന് ഹോസ്റ്റൽ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ഈ മാസം 30-31 തീയതികളിൽ നിൽപ്പുസമരം സംഘടിപ്പിക്കുക. കടുവ സങ്കേതങ്ങളായി പ്രഖ്യാപിച്ച മേഖലകളിൽ നിന്ന് താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിർദ്ദേശം ആദിവാസികളെ കാട്ടിൽ നിന്ന് പുറത്താക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. സ്വയം സന്നദ്ധ സ്കീം എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതികൾ 2006 കേന്ദ്ര വനാവകാശ നിയമത്തിന് വിരുദ്ധമാണെന്ന് ഗീതാനന്ദൻ പറഞ്ഞു. നിയമം അട്ടിമറിക്കുന്ന കേന്ദ്ര സംസ്ഥാന സമീപനം തിരുത്തണമെന്നാണ് നിൽപ്പു സമരത്തിന്റെ പ്രധാന ആവശ്യം. മുത്തങ്ങയിൽ നിന്നും കുടിയിറക്കപ്പെട്ട ആദിവാസികൾക്ക് 2ാം ഘട്ട ഭൂമി വിതരണം നടത്തണം. അതേപോലെ തന്നെ ആദിവാസി സ്വയംഭരണ നിയമം അംഗീകരിച്ചുകൊണ്ട് കേരള സർക്കാർ കേന്ദ്രത്തിന് അയച്ചിരിക്കുന്ന നിർദ്ദേശം നടപ്പാക്കി കിട്ടണം. അതേപോലെ തന്നെ ആദിവാസി മേഖലയിലുള്ള സ്വകാര്യ ബാങ്കിംഗ് സംവിധാനക്കാരുടെ മൈക്രോ ഫൈനാൻസിങ് ധനസഹായ പദ്ധതികൾ അല്ലെങ്കിൽ വായ്പാ പദ്ധതികൾ അവസാനിപ്പിക്കണം തുടങ്ങിയവയാണ് സമരത്തിൽ ഉന്നയിക്കുന്ന മറ്റാവശ്യങ്ങൾ. എന്തായാലും മെയ് 30-നും 31-നും 2 ദിവസമായി നീണ്ടുനിൽക്കുന്ന നിൽപ്പു സമരം കേരളത്തിൽ നിന്നുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആദിവാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള. വയനാട് ന്യൂസ്, കൽപ്പറ്റ. കൃഷ്ണഗിരി CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ഓഫീസിന്റെ ജനൽ ചില്ലുകളും ഫർണിച്ചറുകളും നശിപ്പിച്ചു. ഇന്നലെ രാത്രിയാണ് സംഭവം. സ്ഥലത്തെത്തി പരിശോധന നടത്തിയ മീനങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അടുത്ത അധ്യയന വർഷം സ്കൂൾ പ്രവൃത്തി ദിനം 200 എണ്ണമാക്കി വിദ്യാഭ്യാസ കലണ്ടർ തയ്യാറാക്കി. 6 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കി. ഗുണമേന്മ പരിശോധനാ സമിതിയാണ് തീരുമാനമെടുത്തത്. അധ്യാപകർക്ക് ഓരോ ടേമിലും ക്ലസ്റ്റർ പരിശീലനം ഉണ്ടാകും. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഒരുവിധ പരിശീലനവും ഉണ്ടാകില്ല. PSC പരീക്ഷകൾ സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ വരാതെ ക്രമീകരിക്കാൻ PSCയുമായി കൂടിയാലോചിക്കും. ഓണപ്പരീക്ഷ ഓഗസ്റ്റ് 21 മുതൽ 31 വരെയും
ക്രിസ്മസ് പരീക്ഷ ഡിസംബർ 13 മുതൽ 22 വരെയും നടക്കും. LSS USS പരീക്ഷകൾ ഫെബ്രുവരി 15-നാണ് നടത്തുക. ADPI ജിമ്മി ജെയിംസ് അധ്യക്ഷനായ ഗുണമേന്മ പരിശോധനാ സമിതിയാണ് 200 അധ്യയന ദിവസങ്ങൾ ക്രമീകരിച്ചത്. കഴിഞ്ഞ വർഷവും 200 ദിവസങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നെങ്കിലും 173 പ്രവൃത്തി ദിവസങ്ങൾ മാത്രമാണ് കിട്ടിയത്. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ സൗജന്യ സ്കൂൾ യൂണിഫോമുകൾ ജില്ലയിലെത്തി. കണ്ണൂരിൽ നിന്നാണ് കൈത്തറി യൂണിഫോമുകൾ വൈത്തിരി, മാനന്തവാടി, ബത്തേരി ഉപജില്ലകളിൽ ഓരോ കേന്ദ്രങ്ങളിൽ വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നാണ് കൈത്തറി യൂണിഫോമുകൾ കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയത്. വൈത്തിരി ഉപജില്ലയിൽ കൽപ്പറ്റ HIM UP സ്കൂളിലും ബത്തേരിയിൽ അസംഷൻ സ്കൂളിലും മാനന്തവാടിയിൽ GUPS മാനന്തവാടിയിലുമാണ് യൂണിഫോമുകൾ എത്തിയത്. ഇവിടെ നിന്ന് അതാത് ഏരിയകളിലെ വിവിധ സ്കൂളുകളിലേക്ക് യൂണിഫോം കെട്ടുകൾ എത്തിക്കുന്ന പ്രവൃത്തിയും നടക്കുകയാണ്. ജില്ലയിലെ 39,257 വിദ്യാർത്ഥികൾക്കാണ് 2 ജോഡി വീതം യൂണിഫോമുകൾ വിതരണം നടക്കുന്നത്. സർക്കാർ സ്കൂളിലും SSA ഫണ്ടും എയ്ഡഡ് സ്കൂളുകളിൽ സർക്കാർ ഫണ്ടുമാണ് ഇതിനായി ചിലവഴിക്കുന്നത്. യൂണിഫോം വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നാളെ മേപ്പാടി ഗവൺമെന്റ് LP സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. മാനന്തവാടി വള്ളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും പ്രതിഷ്ഠാദിന മഹോത്സവവും സംഘടിപ്പിച്ചു. ചടങ്ങുകൾക്ക് തന്ത്രി തെക്കിനേടത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ KV നാരായണൻ, ട്രസ്റ്റി HM ഗോപി എന്നിവർ നേതൃത്വം നൽകി. സർപ്പബലിയും സംഘടിപ്പിച്ചിരുന്നു. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/വയനാടുവിഷൻ/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ facebook.com/WV വയനാട് ന്യൂസ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കുറുവാദ്വീപ് കവിക്കൽ പുഴയിൽ യുവാവ് മുങ്ങി മരിച്ചു. മരിച്ചത് പുൽപ്പള്ളി ഇരുളം സ്വദേശി വയങ്ങൽ മനു. പോലീസ് സ്റ്റേഷനുകൾ കൂടുതൽ ജനകീയമാക്കണമെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. പിണറായി ഗവൺമെന്റ് അഴിമതിക്കറകൾ നീക്കിയെന്ന് മന്ത്രി മാത്യു ടി തോമസ്. വികസന പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. MK ജിനചന്ദ്രൻ ആധുനിക വയനാടിന്റെ ശില്പിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ആദിവാസി ഗോത്ര മഹാസഭയുടെ 2ാം നീക്കു സമരം ഈ മാസം 30, 31 തീയതികളിൽ രാജ്ഭവന് മുന്നിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.